എഡിക്കോസ് ഇ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വീഡിയോ ക്ലാസ്സസ് എങ്ങനെ എടുക്കാമെന്നാണ്. വീഡിയോ ക്ലാസ്സസ്, ലൈവ് ക്ലാസ്സസ് ഒക്കെ എങ്ങനെ ആപ്പിൽ നമുക്ക് പിന്നീട് കാണാം എന്നാണ്. അതിനായിട്ട് എഡിക്കോസ് ഇ ലേണിംഗ് ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പം ഹോം പേജ് വരും. അവിടെ നമ്മൾ ഏത് കോഴ്സാണോ സെലക്ട് ചെയ്തിട്ടുള്ളത് അല്ലെ ജോയിൻ ചെയ്തിട്ടുള്ളത് ആ കോഴ്സ് സെലക്ട് ചെയ്യുക. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ കോഴ്സുകൾ ജോയിൻ ഉണ്ടാവാം. അപ്പോൾ മുകളിൽ ചിലപ്പോൾ ജനറൽ എന്നായിരിക്കാം കിടക്കുന്നത്. ആ ജനറലിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ സെലക്ട് കോഴ്സ് എന്നൊരു ഓപ്ഷൻ വരും. അവിടെ ഏതൊക്കെ കോഴ്സുകളാണെന്ന് എടുത്തിട്ടുള്ളതെന്ന് ലിസ്റ്റ് ചെയ്യപ്പെടും. അതിൽ ഏതാണോ കോഴ്സ് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം വീഡിയോ ക്ലാസ് കാണുന്നതിനായിട്ട് വീഡിയോ ക്ലാസ്സസ് എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ കുറച്ച് ഐക്കൺസ് കാണാം. അതിൽ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസിലും റെക്കോർഡഡ് ലൈവ് ക്ലാസ്സസിലുമാണ് ക്ലാസ്സുകളുടെ വീഡിയോ കിട്ടുന്നത്. ഇവിടെ ലൈവ് ക്ലാസ്സുകൾ റെക്കോർഡഡ് ആയിട്ട് കിട്ടുന്നതിന് നമ്മൾ ലൈവ് ക്ലാസ്സുകൾ ലൈവായിട്ട് കണ്ടതിന് ശേഷം ആ ക്ലാസ്സുകൾ പിന്നീട് ആപ്പിൽ അപ്ലോഡ് ചെയ്യും. ആ ക്ലാസ്സുകൾ പിന്നീട് കാണുന്നതിനായി ലൈവ് ക്ലാസ്സുകൾ പിന്നീട് കാണുന്നതിനായിട്ട് റെക്കോർഡഡ് ലൈവ് ക്ലാസ്സസ് എന്നുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ഓപ്പണായി വരുന്ന ഫോൾഡറിൽ സബ്ജക്റ്റ് വൈസോ അല്ലെങ്കിൽ ടോപ്പിക്ക് വൈസോ ആയിട്ട് ഫോൾഡറുകൾ കാണാം. അതിൽ നമുക്ക് ഏതാണോ ആവശ്യമുള്ള ഫോൾഡർ അത് സെലക്ട് ചെയ്യുക. ഇവിടെ ഇപ്പം ബാങ്കിങ് എന്ന് പറയുന്ന ഒരു ഫോൾഡറേ ഉള്ളൂ, അതുകൊണ്ടാണ് ഒരെണ്ണം കാണിക്കുന്നത്. ഒന്നിൽ കൂടുതൽ ഫോൾഡറുകൾ ഉണ്ടെങ്കിൽ അത് താഴേക്ക് ലിസ്റ്റ് ചെയ്യപ്പെടും. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനുള്ളിൽ എന്തെങ്കിലും അഡീഷണൽ ഫോൾഡേഴ്സ് ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് വരും. നമ്മൾ വീഡിയോ ഉള്ള ഫോൾഡർ ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. റെക്കോർഡ് ലൈവ് ക്ലാസ്സസ് ആണിത്. ലൈവ് എടുത്ത ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്ത ഭാഗമാണിത്. ഇവിടെ വീഡിയോ കാണുന്നതിനായിട്ട് ഈ ലിസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വീഡിയോ പ്ലേ ആവും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വീഡിയോയുടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ ക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. ക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും വീഡിയോയുടെ താഴെ, വീഡിയോ പ്ലെയറിൻ്റെ താഴെ അല്ലെങ്കിൽ സ്ക്രീനിൻ്റെ താഴെ വശത്തായിട്ട് ഒരു ഐക്കണുണ്ട് റൈറ്റ് സൈഡിൽ. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ഓപ്ഷൻ വരും. അതിൽ ക്വാളിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ HD വരെയുള്ള വീഡിയോകളായിട്ട് പ്ലേ ആകും. ക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഡേറ്റയുടെ ഉപയോഗം കുറയ്ക്കുന്നതിനായിട്ട് നിങ്ങളുടെ മൊബൈലിൽ നല്ല രീതിയിൽ ക്വാളിറ്റിയോടെ കാണാൻ പറ്റുന്നതും ബോർഡ് വായിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ ഏതെങ്കിലും ഒരു ക്വാളിറ്റി നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഡേറ്റ യൂസ് ഒരു പ്രശ്നമല്ലെങ്കിൽ ഫുൾ HD തന്നെ ഇട്ട് കാണുക. ക്വാളിറ്റിയിൽ തന്നെ ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക. നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് സ്പീഡ്, പ്ലേബാക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അതേ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. പ്ലേബാക്ക് സ്പീഡ് സെലക്ട് ചെയ്യുക. ഈ സ്ലൈഡർ ഉപയോഗിച്ച് നമുക്ക് വീഡിയോയുടെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ കണ്ട വീഡിയോയുടെ സ്റ്റഡി മെറ്റീരിയൽ അത് അപ്ലോഡ് ചെയ്യും. ഈ വീഡിയോയുടെ സ്റ്റഡി മെറ്റീരിയൽ കാണുന്നതിന് മുകളിൽ PDF സ്റ്റഡി മെറ്റീരിയൽ എന്നുള്ള ഐക്കണുണ്ട്. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു ലിസ്റ്റ് കാണാം. അതിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ക്ലാസ് എടുത്ത സ്റ്റഡി മെറ്റീരിയൽ, ആ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റഡി മെറ്റീരിയൽ കാണാൻ പറ്റും. നമുക്കത് പഠിക്കാം. ബാക്കി പോയി കഴിഞ്ഞാൽ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടതും ഈ സ്റ്റഡി മെറ്റീരിയലുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുന്നതിനും ആ ക്വസ്റ്റ്യനിലൂടെ അത് പഠിക്കുന്നതിനും ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് എന്ന് പറയുന്നൊരു ഐക്കണുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും ലിസ്റ്റ് ചെയ്യും. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുക, അതിൻ്റെ ആൻസറും പഠിക്കുക.
താഴേക്ക് ലിസ്റ്റ് ഉണ്ട്. ഇത് നമ്മൾ ക്വസ്റ്റ്യനും ആൻസറും പഠിച്ചതിന് ശേഷം ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിനായിട്ട്, എക്സാം പോലെ പ്രാക്ടീസ് ചെയ്യുന്നതിനായിട്ട് ഈ താഴെ കാണുന്ന ലേണിംഗ് മോഡിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു ടൈമർ കാണാം, അതേപോലെ തന്നെ ക്വസ്റ്റ്യനും അതിൻ്റെ ഓപ്ഷൻസും കാണാം. നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം നമ്മൾ പഠിച്ച ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ച ആൻസർ സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ തെറ്റിപ്പോയാൽ, നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ തെറ്റിപ്പോയാൽ റെഡ് കളറിലും, അപ്പോൾ തന്നെ ഏതാണോ ആൻസർ ശരി അത് ഗ്രീനിലും കാണിക്കും. നമുക്ക് പുറകോട്ടും മുന്നോട്ടും ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ആൻസർ ശരിയായി, അപ്പോൾ അവിടെ ഗ്രീൻ കത്തി. അടുത്തതും ശരിയായി, അത് തെറ്റിപ്പോയി. അപ്പോൾ അവിടെ തെറ്റിപ്പോകുന്നത് റെഡിലും, ഏതാണോ ശരി അത് ഗ്രീനിലും കാണിക്കും. ഇവിടെ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. ആ ഓപ്ഷൻ എന്ന് പറയുന്നത് റെക്കോർഡ് ചെയ്യപ്പെട്ട വീഡിയോ, ലൈവ് ക്ലാസ്സിൽ അല്ലാതെ റെക്കോർഡ് ചെയ്യപ്പെട്ട വീഡിയോകൾ ഉണ്ടാവും. റെക്കോർഡ് ചെയ്തതിന് ശേഷം ലൈവ് ക്ലാസ് അല്ലാതെ റെക്കോർഡ് ചെയ്തതും ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് തരും. ആ വീഡിയോ കണ്ടിട്ട് പഠിക്കാൻ പറയും. അങ്ങനെയുള്ള സ്റ്റുഡിയോ റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോകളാണ് ലൈവ് ക്ലാസ് അല്ലാതെ ഉള്ള വീഡിയോകളാണ് റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസിൽ ലഭിക്കുന്നത്. റെക്കോർഡ് വീഡിയോ ക്ലാസ്സസിലും സെലക്ട് ചെയ്യുമ്പോൾ സബ്ജക്റ്റോ ടോപ്പിക്കോ ആയിട്ട് ഫോൾഡറുകൾ ലിസ്റ്റ് ചെയ്യപ്പെടും. അതിലേതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. അവിടെയും ലൈവ് ക്ലാസ്സിൽ കണ്ടതുപോലെ തന്നെയുള്ള ഓപ്ഷൻസുകളുണ്ട്. വീഡിയോ പ്ലേ ചെയ്യുക, അതിൻ്റെ സ്പീഡും ക്വാളിറ്റിയും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റഡി മെറ്റീരിയലുകൾ അവൈലബിൾ ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. ലേണിംഗ് മോഡ് എന്നുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. വീഡിയോ കണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനും സ്റ്റഡി മെറ്റീരിയലും നമുക്ക് വീഡിയോ ക്ലാസ്സസിലും ലൈവ് ക്ലാസ്സസിലും പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനും കഴിയുന്നതാണ്.